ഗൈസ്, പ്ലാറ്റ്ഫോംസിൻ്റെ ഒരു പുത്തും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാത്രി നമ്മൾ വീഡിയോ തുറക്കുന്നത് നല്ല ഫ്ലഡ് ലൈറ്റിൻ്റെ പുറത്ത് നിന്ന് എടുക്കുന്നത്. ഏതാ സ്റ്റേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഉടുപ്പി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്താണ്. ഉടുപ്പിയിൽ നിന്ന് മുംബൈയിലേക്ക് ഒരു യാത്രയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ 12134 മാംഗ്ലൂർ ജംഗ്ഷൻ, ഛത്രപതി ശിവാജി ടെർമിനസ്, മുംബൈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സാണ് നമ്മുടെ യാത്ര. സ്ഥിരമായിട്ട് റോക്കറ്റ് എന്നറിയപ്പെടുന്ന ട്രെയിനാണ് നമ്മുടെ യാത്ര. പക്ഷേ പതിവ് പോലെ തന്നെ ഇന്ന് റോക്കറ്റ് വിക്ഷേപണം വൈകിട്ടുണ്ട്. റോക്കറ്റ് ഇന്ന് 2 മണിക്കൂറിനടുത്ത് ലേറ്റാണ്. 7:50 വരും എന്നാണ് കാണിക്കുന്നത്. 5:45 വരേണ്ടതായിരുന്നു, 7:50 വരും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഉടുപ്പിയിലോട്ട് വരുന്നതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാര്യം ഞാനത് കംപ്ലീറ്റ് നൈറ്റ് ട്രെയിനായിരുന്നു വന്നത്. രാത്രിയിൽ അവിടെ നിന്ന് പുറപ്പെട്ട് നേരം വെളുക്കുന്നതിന് മുമ്പ് ഉടുപ്പിലൊന്ന് ഇറങ്ങി. കംപ്ലീറ്റ് നൈറ്റ് യാത്ര ആയതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല. അപ്പോൾ ഈ യാത്രയായിട്ട് മാത്രമാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്നത് ഒരു വളരെ അണ്ടർ ഡെവലപ്ഡ് സോണാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡിജിറ്റൽ കോച്ച് പൊസിഷൻ ബോർഡൊന്നുമില്ല. സാധാരണ ഒരു ബോർഡിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് കോച്ച് പൊസിഷൻ. ഞാനിന്ന് 12134 A1 ആണ്, 3rd കോച്ചാണ്. ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ വരുമായിരിക്കും. എന്തായാലും വണ്ടി വരുമ്പോൾ അനൗൺസ്മെൻറ്റായിട്ട് നമുക്ക് പുറത്തോട്ട് വരാം. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സദേൺ റെയിൽവേയുടെ കീഴിലായിരുന്നു ഇത് തറക്കല്ലിട്ട് 1990 ബ്രോഡ് ഗേജ് ലൈൻ കൺസ്ട്രക്ഷൻ മാംഗ്ലൂർ ടു ഉടുപ്പി 1990 തുറന്ന് 1993 അന്നത് കൊങ്കൺ റെയിൽവേ മാറി. കുറച്ച് തറക്കല്ലുകളുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ലൈനിൻ്റെ ഉദ്ഘാടനം 1992 അതിൻ്റെ തറക്കല്ലിട്ടത്. ഇവിടുന്ന് ബാക്കിയുള്ള ട്രാക്ക് വർക്കിൻ്റെ ഇതാണ് ഉടുപ്പി സ്റ്റേഷൻ്റെ ടെർമിനൽ ബിൽഡിങ്. ഇവിടെ ഒരു റിട്ടയറിംഗ് റൂം സെറ്റപ്പ് ഉണ്ട് നമ്മയുടെ. നമുക്കിപ്പം ആവശ്യമില്ലാത്ത നമ്മൾ പോകുന്നില്ല. ഇനി എപ്പോഴെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഞാനത് കാണിച്ചു തരാം. ഇതാണ് ടിക്കറ്റ് കൗണ്ടേഴ്സൊക്കെ. തൊട്ടിപ്പുറത്താണ് പ്ലാറ്റ്ഫോം. ഇവിടെ ഒരു എക്സിക്യൂട്ടീവ് ലൗഞ്ച് ഉള്ളതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, കണ്ടായിരുന്നു. നമുക്കിന്ന് പക്ഷേ ആവശ്യമില്ല. ഇതാണ് തോന്നുന്നു ലൗഞ്ചാണ്. ഭയങ്കര വെളിച്ചമുള്ള ലൗഞ്ച്. നമുക്കിന്ന് എന്തായാലും ആവശ്യമില്ലാത്തതുകൊണ്ട് അത് ഉപയോഗിക്കുന്നില്ല. ഇതാണ് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ലൗഞ്ച്. ഇവിടെ 50 രൂപയാണ് മണിക്കൂറിന്. സാധാരണ സോഫയ്ക്കും പ്രീമിയം സോഫയ്ക്ക് 90. എന്തായാലും ഇപ്പോൾ തൽക്കാലം എൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് ട്രെയിൻ ഇപ്പോൾ തന്നെ വരും. ഇനി ഒരു അരമണിക്കൂറിനുള്ളിൽ ട്രെയിൻ വരും. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഉള്ള സ്ഥലത്ത് നമുക്ക് ചുരുട്ടുകൂടാം. ഇപ്പോൾ സമയം 8:13 നമ്മുടെ വണ്ടി വരും. ഇനിയിപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. വൈറസ് മൈ ട്രെയിൻ പ്രകാരം നമ്മുടെ വണ്ടി ഒരു 1 കിലോമീറ്റർ പുറത്താണ്. മീൻവെൽ ഇപ്പുറത്തുനിന്ന് എറണാകുളത്തേക്ക് വന്ന് മരുസാഗർ എക്സ്പ്രസ് കയറി വരുന്നുണ്ട്. അജ്മീർ എറണാകുളം മരുസാഗർ എക്സ്പ്രസ് കണ്ടിട്ടൊരു വാപ്പ് 7 പോലെ ഉണ്ട്. ലൈറ്റിൻ്റെ പൊസിഷൻ കണ്ടിട്ട് വാപ്പ് 7 തന്നെയാണ്. പക്ഷേ ഏതാ ഷെഡ്, എന്താ നമ്പർ ഒന്നും ഒരു പിടിയില്ല. ഗോയൽ ടീമിൻ്റെ പരസ്യമുണ്ട്. 30747 ആണ് ലോക്കോ നമ്പർ. ഷെഡ് ഏതാണെന്ന് അറിയില്ല. അതാണ് അജ്മീർ എറണാകുളം മരുസാഗർ എക്സ്പ്രസ്. നമ്മുടെ ട്രെയിനും കയറി വരുന്നുണ്ട് അവിടുന്ന്. ഞാൻ സെക്കൻഡ് AC ബുക്ക് ചെയ്തത്. കാര്യം നോക്കുമ്പോൾ 3rd AC വെയിറ്റിംഗ് ലിസ്റ്റ് 60 മേലെ ഉണ്ടായിരുന്നു. സെക്കൻഡ് AC RAC2 ആയിരുന്നു. നമ്മുടെ വണ്ടി ജസ്റ്റ് കയറി വരുന്നു. വാപ്പ് 4 ആണ്. മിക്കവാറും ഭുസാവൽ ഷെഡിൻ്റെ ആയിരിക്കും. 22899 മംഗളൂരു എക്സ്പ്രസ്. ജനറൽ കമ്പാർട്ട്മെൻറ്റൊക്കെ കാലിയാണ്. വണ്ടി ഇത്ര ലേറ്റ് ആയതുകൊണ്ടായിരിക്കും കാലിയാണ്. ലിറ്ററലി കിടന്നുറങ്ങിയപ്പോൾ. ഇതാണ് നമ്മുടെ കോച്ച് 12134 A1. 16ാമത്തെ സീറ്റാണ്. നമുക്ക് അപ്പുറത്തെ ഡോർ വഴി കയറാം. ഫൈനലി നമുക്ക് പുറപ്പെടാൻ സ്റ്റാർട്ടായി. സമയം ഇപ്പോൾ 8:23. വണ്ടി 2 മണിക്കൂർ 2.5 മണിക്കൂറിൻ്റെ ലേറ്റാണ്. അങ്ങനെ ഉടുപ്പിയിൽ നിന്ന് നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. സമയം ഇപ്പോൾ 8:24. 2.5 മണിക്കൂറിനടുത്ത് ലേറ്റാണ്. ഇതിലെന്തെങ്കിലും സമയം നാളെ ബോംബെ എത്തുമ്പോഴേക്കും മേക്കപ്പ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. വണ്ടിയാണെങ്കിൽ CSMT വരെ പോകുന്നില്ല. നാളെ താനെ വരെ ഉള്ളൊന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. താനെ ഇറങ്ങി പിന്നെ നമ്മൾ ലോക്കൽ ട്രെയിനൊക്കെ പിടിച്ച് മുന്നോട്ട് പോകണം. അവിടെ വെച്ച് യാത്ര അവസാനിക്കില്ല. അവിടെ നമ്മൾ അടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ എന്താണെന്ന് അറിയില്ല, കണ്ടറിയാം നമുക്ക്. ഞാൻ കിടക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. അപ്പോഴാണ് നമ്മൾ ബർക്കൂർ സ്റ്റേഷനിലേക്ക് കയറി വന്നത്.
ബർക്കൂറിൽ നമുക്ക് റെഡാണ്. മെയിൻ ലൈനിൽ തന്നെ നമ്മൾ ലൂപ്പിലോട്ടൊന്നും കയറ്റിയില്ല, മെയിൻ ലൈനിൽ തന്നെയാണ്. പക്ഷേ ക്രോസിംഗ് ആണ്. ഒരു ഓപ്പോസിറ്റ് ട്രെയിൻ ഇവിടെ സ്റ്റോപ്പ് ഉണ്ട്. അതാണ് നമ്മൾ ലൂപ്പിൽ കയറിയാണ് മെയിനിൽ തന്നെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പോസ്റ്റാക്കി വണ്ടി ഇതാ കയറി വരുന്നുണ്ട്. 06601 മഡ്ഗാവ് മാംഗ്ലൂർ പാസഞ്ചർ ആണെന്ന് അനൗൺസ്മെൻറ്റ് വന്നിരുന്നു. ഈ റോഡിൻ്റെ ഏതോ ഒരു ലോക്കമാണ്. 220 ബാക്കി വായിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഒരു രക്ഷയില്ല, ഭയങ്കര ഇരുട്ടാണ്. WAP4 ആണ്, ഈ റോഡിൻ്റെ ആണ്. 22 വരെ കിട്ടി, ബാക്കി കിട്ടിയില്ല. അപ്പം വന്നു, നമ്മളിപ്പോൾ ഉടനെ പുറപ്പെടുമായിരിക്കും. ഇരിക്കുന്നത് അടുത്ത സ്റ്റോപ്പ്, നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പായി കുന്താപുരം കൂടെ കാണിച്ചിട്ട് ഇന്നത്തെ വിഷ്വൽസ് നിർത്താം. എന്നിട്ട് നാളെ രാവിലെ നേരം വെളുക്കുന്ന മുതലങ്ങോട്ട് നമുക്ക് കാണാം. കാരണം നല്ല ഉറക്കമുണ്ട്. എന്തായാലും രാത്രിയിലൊന്നും കാണിക്കാനില്ലല്ലോ. നമ്മൾ കുറച്ച് നേരോട് പുറപ്പെടാത്തപ്പോൾ ജസ്റ്റ് ഒന്ന് വൈറസ് മെറ്റീരിയൽ നോക്കിയത്. അപ്പോൾ മനസ്സിലായി നമ്മൾ ഒരു ക്രോസിങ്ങിനോട് പിടിച്ചിട്ടിരിക്കുകയാണ്. 16596 പഞ്ചഗംഗ എക്സ്പ്രസ് കുന്താപുരം നിന്ന് വിട്ടിട്ടുണ്ട്. അതിനിപ്പോൾ ബർക്കൂർ എത്തണം. അങ്ങനെ നമ്മൾ വെയിറ്റിന് അടുത്ത വണ്ടി ഇതാ കയറി വരുന്നു. രാജപുരം ഷെഡിൽ ഒരു WDP വണ്ടിയാണെന്ന് വേറൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഈ ട്രെയിനും വന്നു. ഇനി ഞാൻ ഉറങ്ങാൻ പോകണം കേട്ടോ. ഇനി ഞാൻ കുന്താപുരത്ത് മിക്കവാറും വെയിറ്റ് ചെയ്യണ്ടാവില്ല. ഞാൻ ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ കാണിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു ഗുഡ് നൈറ്റ് മെസ്സേജായിട്ട് കണക്കാക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നാളെ രാവിലെ കാണാം. ഗുഡ് മോർണിംഗ് ഫോക്സ്. അപ്പം നമ്മളിതാ ജസ്റ്റ് രത്നഗിരി എത്തുന്നേ ഉള്ളൂ. വണ്ടി ഏകദേശം 4 മണിക്കൂറിനടുത്ത് ലേറ്റാണിപ്പോൾ. കൊങ്കൺ റെയിൽവേ അവരുടെ കൺട്രോളിങ് വൈഭവം നന്നായിട്ട് കാണിച്ചു. ഇന്നലെ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ബാർക്കൂറിൽ 2 ക്രോസിങ്ങിന് വേണ്ടിയായിരുന്നു പിടിച്ചിട്ടത്. അത് കഴിഞ്ഞ് വണ്ടി പിന്നെ അങ്ങോട്ട് ലേറ്റായിട്ടാണ്, നല്ലോണം ലേറ്റായിട്ടുണ്ട്. കുന്താപുരത്തിന് മുമ്പ് ഞാൻ കിടന്നായിരുന്നു. സ്റ്റേഷൻ എത്തി പറഞ്ഞായിരുന്നു, പക്ഷേ കിടന്നായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ രാവിലെ നേരം വെളുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി എനിക്ക് വന്നപ്പോൾ വണ്ടി നിവാസർ സ്റ്റേഷനിൽ കിടക്കുകയാണ്. അവിടെ ഡബിൾ ക്രോസിംഗ് ആയിരുന്നു. ഞാൻ ക്യാപ്ചർ ചെയ്തില്ല, നല്ല ടയർഡായിരുന്നു. അതിനൊന്നും കൂടി കുറച്ച് നേരം കൂടി ഒന്ന് ഉറങ്ങിയിട്ട് ഇപ്പോൾ ജസ്റ്റ് തിരിച്ച് ഡോറിലേക്ക് വന്നതുള്ളൂ. നമ്മൾ രത്നഗിരി സ്റ്റേഷനിലോട്ട് കയറുന്നുള്ളൂ. നല്ല ഡിലേ ഉണ്ട്. ഇന്ന് ബോംബെയിൽ നിന്ന് മുന്നോട്ടുള്ള യാത്ര എന്താവും എന്നുള്ള ടെൻഷൻ എനിക്ക് നല്ലോണം ഉണ്ട്. ഞാനത് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് കറണ്ട് റിസർവേഷൻ എടുക്കാൻ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ എന്താവും എന്നുള്ള നല്ല പേടിയുണ്ട് ഇപ്പം. അപ്പോൾ എന്തായാലും നമ്മൾ ജസ്റ്റ് രത്നഗിരി സ്റ്റേഷനിലോട്ട് കയറുന്നു. അവിടെ ഒരു വാപ്പ് 7 ഹോൾഡ് ട്രെയിൻ കിടക്കുന്നുണ്ട്. അത് കാണാൻ പറ്റില്ല, കാര്യം ഇപ്പോഴത്തെ മെയിൻ ലൈനിൽ ഫ്രൈറ്ററും കിടക്കുന്നുണ്ട്. ട്വിൻ ഖരഗ്പൂർ G7 ഹോൾഡ് ഒരു കണ്ടെയ്നർ റേക്കാണ് മെയിൻ ലൈനിൽ കിടക്കുന്നത്. അപ്പുറത്ത് കിടക്കുന്ന ട്രെയിൻ മിക്കവാറും കൊങ്കൺ കന്യ എക്സ്പ്രസ് ആയിരിക്കണം. അവിടെ ഒരു ആപ്സൺ കണ്ടു. അതെ, കൊങ്കൺ കന്യ എക്സ്പ്രസ് ആണ്. നമ്മൾ ജസ്റ്റ് രത്നഗിരി സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. സമയം ഇപ്പോൾ 6:47. എനിക്ക് തോന്നുന്നത് ഒരു 4 മണിക്കൂറിനടുത്ത് ലേറ്റാണ് വണ്ടി ഇപ്പോൾ. എല്ലാവർക്കും രത്നഗിരിയിലേക്ക് സ്വാഗതം. അതായത് നമ്മുടെ ലോക്കോ 22899 ഭുസാവലിൻ്റെ അപ്പുറത്തൊരു വെർണ ഷെഡിൻ്റെ
ഒരു DG4 കിടക്കണ്ടായിരുന്നു. നമ്മുടെ നമുക്കെന്നാൽ തിരിച്ച് പെട്ടെന്ന് പോവാം. മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ മോർണിംഗ് ഫോക്സ്, നമ്മൾ കഷ്ടപ്പെട്ട് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ പോയി ലോക്ക് കണ്ടെന്ന് കണ്ട് ഇപ്പോഴും നനഞ്ഞിരിക്കുകയാണ്. നല്ല മഴ പെയ്തായിരുന്നു അപ്പോഴേക്കും. ജസ്റ്റ് കണ്ടിട്ട് വന്നു. നമ്മുടെ ട്രെയിനിന് പുറപ്പെടാനുള്ള സ്റ്റാർട്ടർ ആയിക്കഴിഞ്ഞു. നമുക്ക് ഉടനെ പുറപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഫുഡൊന്നും മേടിക്കാൻ പറ്റിയില്ല, കാര്യം മഴ പെയ്തുകൊണ്ട് വെൻഡേഴ്സ് എല്ലാം തിരിച്ചു പോയി, ഒന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മളങ്ങനെ 6:55 രത്നഗിരിയിൽ നിന്ന് പുറപ്പെടുകയാണ്. മഴ കാരണം നമ്മുടെ കോച്ചിന് അങ്ങോട്ട് വെൻഡേഴ്സ് ആരും വന്നില്ല. ആകെ ഒരു ചായക്കാരൻ വന്ന് ചായ മേടിച്ച് കുടിച്ചു, വേറൊന്നും കിട്ടിയില്ല. ഇനിയിപ്പോൾ നമുക്ക് ശരിക്കും സ്റ്റോപ്പ് പൻവേലിലേ ഉള്ളൂ. ഇതൊരു കോച്ച് മെയിൻ്റനൻസ് ഡിപ്പോയാണ്, പക്ഷേ ഇപ്പോൾ ഇവിടെ കോച്ചുകളൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഇതിനകത്തിപ്പോൾ കിടക്കുന്നത് രണ്ടും മറ്റേ റെയിൽ മോണിറ്ററിങ് വെഹിക്കിളും ഒരു ടവർ കാറും ഇതിനകത്ത് കിടക്കുന്നത്. കോച്ച് മെയിൻ്റനൻസ് എല്ലാം അവർ മഡ്ഗാവിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ ഇവിടെ കോച്ചൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല അവർ. പണ്ടൊരു പിറ്റ് ലൈനൊക്കെ ഉണ്ടായിരുന്നു. പിറ്റ് ലൈൻ ഇപ്പോഴും ഉണ്ട്, പക്ഷെ അത് ഉപയോഗിക്കുന്നില്ല. ഇതായിരുന്നു പിറ്റ് ലൈന്. പിറ്റ് ലൈൻ ഇപ്പോഴും കാണാം, അവിടെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട് കണ്ടോ, അതായിരുന്നു പിറ്റ് ലൈന്. ഈ പിറ്റ് ലൈനിൽ കോച്ച് മെയിൻ്റനൻസ് ഒന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ കോച്ചുകളെല്ലാം ഇപ്പോൾ മഡ്ഗാവിൽ പോയി അവിടെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ദാദർ രത്നഗിരി ഓടുന്ന എക്സ്പ്രസ്, ദാദർ രത്നഗിരി എക്സ്പ്രസ്സിൻ്റെ റേക്കും MT റേക്കായിട്ട് മഡ്ഗാവിലേക്ക് പോകും. അത്രയും ഡെഡ് ഹോളേജ് ഉണ്ട് അവർ. രത്നഗിരി മുതൽ മഡ്ഗാവിൻ്റെ MT ഹോളേജായിട്ട് പോയിട്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തിരിച്ചു വരും. ഞാൻ രത്നഗിരി വിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബർത്തിൽ പോയി കുറച്ച് നേരം കിടന്നതാണ്. നല്ല സൂപ്പറായിട്ട് പറഞ്ഞു. ഇപ്പോൾ ഖേഡ് എന്ന സ്ഥലത്തെത്തി. അത് നമ്മൾ നല്ലോണം ഓടിക്കഴിഞ്ഞു, നല്ല ദൂരം ഓടി. അത്യാവശ്യം കുറച്ച് ടൈം മേക്കപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കാര്യം വേറെ ഒരു ഷെഡ്യൂളായിട്ട് നിർത്തിയതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നമ്മളവിടെ പിടിച്ചിട്ടില്ല എന്നുള്ളത്. അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ഞാൻ പോകണം. എവിടെ നിർത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ത്രൂ റണ്ണായിരുന്നു. മഴ ചാറുന്നുണ്ട് കേട്ടോ ഇപ്പോഴും. ഹോം സിഗ്നൽ റെഡാണ്. ഏതാ സ്റ്റേഷൻ എന്നറിയില്ല. നെക്സ്റ്റ് സ്റ്റേഷൻ്റെ ഹോം സിഗ്നൽ റെഡാണ് ഇപ്പോൾ.
കൊങ്കൺ റെയിൽവേ നല്ല ബ്യൂട്ടിഫുൾ പോർഷൻ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിതൊക്കെ ക്ലിയറായിട്ട് പിടിക്കണമെന്ന് വെച്ചാൽ നമ്മളെന്തായാലും ഒരു ട്രിപ്പും കൂടി വരുന്നുണ്ട് ഈ മഴ തീരുന്നതിന് മുമ്പ്. മഴക്കാലത്ത് ഒരു ട്രിപ്പും കൂടി വരുന്നുണ്ട്. പക്ഷെ അന്ന് ഈ സൈഡൊക്കെ എത്തുമ്പോഴേക്കും നമ്മൾ മിക്കവാറും ഇരുട്ടാവും. കറക്റ്റ് നമ്മൾ ഹോമിൻ്റെ അടുത്ത് എത്താറായപ്പോൾ മഞ്ഞായത് പച്ചയല്ല, ലൂപ്പിലേക്കല്ല, മെയിൻ ലൈനിൽ തന്നെയാണ്. അപ്പോൾ ഇതാണോ സംഭവം. കാളമ്പനി ബുദ്രുക്ക് എന്ന് പറഞ്ഞ സ്റ്റേഷനാണിത്. നമ്മുടെ സ്റ്റാർട്ടർ ഇപ്പോഴും റെഡാണ്. അപ്പോൾ നമ്മളിവിടെ നിർത്തണം. മേ ബി ഇവിടെ സ്റ്റോപ്പിലെങ്കിലും വണ്ടി വരണം. യാത്രക്കാരൊന്നും കാണാനില്ല പ്ലാറ്റ്ഫോമിൽ. എന്താ ഭംഗിയെല്ലാം മഴയും കൂടി പെയ്യുമ്പോൾ. നല്ല ശക്തി പിടിച്ചു മഴ. ദിവാൻ ഘാട്ടി എന്ന് പറഞ്ഞ സ്റ്റേഷനാണത്. ക്രോസിംഗ് ആണ്. കാര്യം സിഗ്നൽ കാണിക്കാൻ ആൾ ഓപ്പോസിറ്റ് ലൈനിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞു.
ക്രോസിങ്ങിന് ദിവാൻ ഘാട്ടി സ്റ്റേഷൻ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നു. നല്ല മഴയായി, നല്ല ശക്തമായ മഴയായി. അതുകൊണ്ട് എന്തായാലും പുറത്തോട്ട് ക്യാമറ പിടിച്ച് വീഡിയോ എടുക്കാനൊന്നും നടക്കില്ല. സ്വന്തമായിട്ട് വാട്ടർഫോൾസൊക്കെ ഉള്ള സ്റ്റേഷൻ കേട്ടോ. ടണലായിരുന്നു. നമ്മൾ ഏകദേശം ടണലുകളുള്ള പ്രദേശമൊക്കെ തീരാറായി. അപ്പോൾ വൺ ഓഫ് ദി ലാസ്റ്റ് ഫ്യൂ ടണൽസ് ഒന്നായിരിക്കും. മഴ എപ്പോഴും പെയ്യുന്നുണ്ട്, ശക്തിക്ക് തന്നെ പെയ്യുന്നുണ്ട്. അതാണ് ക്യാമറ ഇങ്ങനെ ഉള്ളിലോട്ട് പിടിച്ചിരിക്കുന്നത്. വീണ്ടും നമ്മൾ ലൂപ്പ് ലൈനിലേക്ക് കയറി നമ്മൾ. ദൈവമേ, ഒരുപാട് ലേറ്റ് ആക്കുമല്ലോ ഇവർ. അപ്പുറത്തെ ലൂപ്പ് ലൈനിൽ കൂടെ ഒരു ട്രെയിൻ വരുന്നുണ്ട്. മംഗള എക്സ്പ്രസ് ആണത്. അപ്പോൾ ലൂപ്പ് ലൈൻ, ആ ലൂപ്പ് ലൈനിൽ ഒരു വണ്ടിയുണ്ട്, നമ്മൾ ഇപ്പുറത്തെ ലൂപ്പ് ലൈനിലുണ്ട്. അപ്പോൾ എന്താണോ ഉദ്ദേശം? അമ്മേ, സ്ലീപ്പറിലൊക്കെ തിരക്കുണ്ടോ? എറണാകുളത്തേക്ക് പോകുന്ന മംഗള എക്സ്പ്രസ് ആണ്. ഹസ്രത്ത് നിസാമുദ്ദീൻ എറണാകുളം മംഗള എക്സ്പ്രസ് 12618.
ചാപ്പെ വാമണ എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് ഇപ്പം. പ്ലാറ്റ്ഫോമിൽ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പിൽ ഏതോ ട്രെയിൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആ വരുന്ന 10105 ദിവ ജംഗ്ഷൻ ടു സാവന്തവാടി റോഡ് സിന്ധുദുർഗ് എക്സ്പ്രസ് ആണത്. പണ്ട് സിന്ധുദുർഗ് പാസഞ്ചർ എന്നാണ് അറിയപ്പെടുന്നതായത്. ഇപ്പോൾ സിന്ധുദുർഗ് എക്സ്പ്രസ് ആണ് അറിയപ്പെടുന്നത്. റിസർവേഷനും AC 3 ടയർ ഒക്കെ ഉള്ള ട്രെയിനാണ്. അല്ലാണ്ട് സാധാരണ ട്രെയിനൊന്നും ഇല്ല കേട്ടോ. സാധനം നല്ല സ്വാദുണ്ട്. അങ്ങനെ ക്രോസിങ് നമ്മൾ വിട്ടു. അടുത്ത സ്റ്റേഷൻ നമ്മൾ ഡബിൾ ലൈനാണ്. ഇത് മറ്റേ ജനറേറ്റർ കം ഇതുള്ള എന്താ പറയുക യാത്രക്കാരുടെ കോച്ചില്ല. ജനറേറ്റർ അടിയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ മനോഹരമായ ചാപ്പെ വാമണ എന്ന് പുറപ്പെട്ടു. നല്ലോണം വെള്ളമുണ്ട്. നല്ല കലങ്ങിയ വെള്ളമാണ് അതിനും. ഇവിടെ മലകളിലൊക്കെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നുണ്ടോ, പക്ഷെ കേരളത്തിലെ പോലെ മലകളിലും മീൻസ് അങ്ങനെ അത്രയും കൊണ്ട് പോപ്പുലേഷൻ ഡെൻസിറ്റി ഇവിടെ ഇല്ല. കേരളത്തിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കൂടുതലാണ്. ഇതാണ് കൊങ്കൺ റെയിൽവേ ടണൽ നമ്പർ 1. അപ്പോൾ അതായിരുന്നു ടണൽ നമ്പർ 1. അപ്പോൾ ഇനി അങ്ങോട്ട് ടണലുകളൊന്നുമില്ല. കൊങ്കൺ റെയിൽവേ ടണലൊന്നുമില്ല. ഇനി സെൻട്രൽ റെയിൽവേ ടണലുണ്ട്. KRL ഇനി ടണലൊന്നുമില്ല.
അപ്പോൾ ഇതായിരുന്നു ഈ ഒരു സ്റ്റേഷൻ. ഞാൻ പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഡബിൾ ലൈനാണ്, ഇത്രയും നേരം സിംഗിൾ ലൈനായിരുന്നു. ഇനി റോഹ വരെ റോഹ അല്ല, ഇനി നമുക്കങ്ങ് നമ്മുടെ എൻഡ് വരെ നമുക്ക് ഡബിൾ ലൈനാണ്. മുന്നിൽ ആ രത്നഗിരി ദീപ പാസഞ്ചർ എപ്പോഴും പോകുന്നുണ്ട്, ആ ഫ്രണ്ട് തന്നെ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊന്ന് നമ്മളൊന്ന് കയറ്റി വിടുന്നില്ല അവർ, അപ്പോൾ നമ്മളതിൻ്റെ പുറകെ തന്നെ പോയിക്കൊണ്ടിരിക്കുക. ഈ കാണുന്നതാണ് ഇവിടുത്തെ ട്രക്ക് ലോഡിങ് പോയിൻ്റ്. ഇവിടെ നിന്നാണ് മറ്റേ റോറോ ട്രെയിൻ ഓടുന്നത്. അപ്പോൾ ട്രക്ക് ലോഡിങ്ങിനുള്ള പോയിൻ്റാണ്. ഇപ്പോൾ അങ്ങനെ ഒരുപാട് റോറോ ട്രെയിനുകൾ ഇല്ലെന്ന് തോന്നുന്നു ഇപ്പോൾ, കാരണം അങ്ങനെ ഒരുപാട് ട്രക്കൊന്നും കാണാനില്ല. നല്ല മഴയുണ്ട് മുന്നിൽ. മഴ തുടങ്ങി. നല്ല മഴയും കൂടെ നല്ല കാറ്റും. നമ്മൾ ജസ്റ്റ് റോഹ സ്റ്റേഷനോട് വരുന്നു. റോഹയുടെ സൈഡിങ്സ് ആണ് കാണുന്നത്.
റോഹ സ്റ്റേഷനിലോട്ട് കയറുന്നത്. ഇവിടെ നമ്മൾ അൺസ്കെഡ്യൂൾഡായിട്ട് നിർത്തുകയാണെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ റോഹയിലെത്തി. കഴിക്കാൻ മടപ്പാവ് കിട്ടി, കുറൊന്നുമില്ല ഇവിടെ. നമ്മൾ തേച്ചൊട്ടിക്കാൻ തീരുമാനിച്ചിരിക്കാൻ തോന്നുന്നു ഇവർ. ഇതിപ്പോൾ സെൻട്രൽ റെയിൽവേയുടെ സ്വന്തം ട്രെയിനാണ്. നമ്മൾ സിആറിൽ കയറി, ഹോം സോണിൽ കയറി. എന്നിട്ടും ഈ റേക്ക് എന്നാൽ ബോംബെയിൽ എത്തിയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് തിരിച്ചു പോകാൻ. ആണ് ഇപ്പുറത്തെ സൈഡിലെ കാഴ്ച. വീണ്ടും സിഗ്നൽ കിട്ടിയിട്ടില്ല, അതിന് വേണ്ടി നിന്നാന്ന് തോന്നുന്നു. വേണ്ടോ സിഗ്നൽ കിട്ടിയിട്ടില്ല. നമ്മൾ നാഗോട്ടനെ എത്താറായി. ഫൈനലി എവിടെയെങ്കിലും വെച്ച് ഓവർടേക്ക് എന്ന് വിചാരിക്കുന്നു. നമ്മളതിനെ ഓവർടേക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ലേറ്റ് ആവും. ഒരു ടണലിൽ കൂടെ ഇറങ്ങി വരുന്ന കാണാം. നമ്മൾ മലയെ ചുറ്റി പോകുന്നു.
നാഗോട്ടണ സ്റ്റേഷനിലെത്തി. ഇവിടെ നമ്മൾ ലൂപ്പ് ലൈനിലോട്ട് കയറി പോകുന്നു. എന്താണോ ഉദ്ദേശം? അടിപൊളി. നമ്മൾ ലൂപ്പിൽ കൊണ്ട് നിർത്തി. ലൂപ്പിൽ നമ്മൾ നിന്നു കുറച്ച് നേരം. ഇപ്പോൾ പുറത്തോട്ട് പോയി. ഓവർടേക്കൊന്നും ഉണ്ടായിരുന്നില്ല. മംഗള നമ്മൾ തൊട്ട് തുറയില്ല. മംഗള നമ്മുടെ നെക്സ്റ്റ് ബ്ലോക്കിലുണ്ട് മംഗള. ഞാൻ വെച്ചാൽ മംഗള കയറ്റി വിടാൻ വേണ്ടി ഇരിക്കുന്നു. അതല്ല ഉദ്ദേശം. സെൻട്രൽ റെയിൽവേയുടെ കൺട്രോളിംഗ് എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ തിരുവനന്തപുരം ഡിവിഷൻ പോലെയാണ്. അപ്പോൾ വലിയ സ്പെക്ടാക്കുലർ പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. വീണ്ടും ലൂപ്പ് ലൈനിലോട്ടാണ്. ഇവിടെ പക്ഷെ ഒരു ഫ്രൈറ്റർ സ്റ്റേബിൾ ചെയ്തിട്ടുണ്ട്. മഴ എങ്ങനെ തുടരുകയാണ്. നമ്മളിങ്ങനെ പല സ്ഥലത്തും നിർത്തി പോയിക്കൊണ്ടിരിക്കുക. ഇതൊരു ഓവർടേക്കൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ മുന്നോട്ടുള്ള യാത്ര എന്താവും എന്നുള്ളതിനെപ്പറ്റി ഒരുപാട് ടെൻഷനുണ്ട്. ഇപ്പോൾ ഇതൊരു 12:30-ക്കുള്ളിൽ പന്മേൽ പാസ്സാകുമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് മുന്നോട്ടുള്ള യാത്ര ഒരുവിധം എങ്ങനെയെങ്കിലും ഇപ്പോൾ മാനേജ് ചെയ്ത് പോകാൻ പറ്റും. 12:15 12:11 അതിനൊരു ഏകദേശം 30 കിലോമീറ്റർ നമുക്ക് കൊണ്ടുണ്ട്. ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് ആയിരുന്നു. നമ്മളങ്ങനെ ജസ്റ്റ് പൻവേലിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. സോമട്രി സ്റ്റേഷൻ കഴിഞ്ഞു തോന്നുന്നു. നമ്മൾ രത്നഗിരി പാസഞ്ചറിനെ ഓവർടേക്ക് ചെയ്തായിരുന്നു കേട്ടോ. രത്നഗിരി പാസഞ്ചറിനെ പേണിനടുത്ത് വെച്ച് ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അകത്തായിരുന്നു ആ സമയത്ത്. നല്ല മഴയായിരുന്നു ആ ദൂരം മുഴുവൻ. എന്തായാലും നമ്മൾ ജസ്റ്റ് പൻവേലിലോട്ട് കയറുന്നു. ആ കാണുന്നതാണ് കർജത്ത് എന്ന് പറയുന്ന റെയിൽവേ ലൈന്. പ്ലാറ്റ്ഫോം അപ്പുറത്തെ സൈഡിൽ മിക്കവാറും. പക്ഷേ അപ്പുറത്ത് ഇറങ്ങാൻ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. നമ്മൾ ബോംബെയിൽ നിന്ന് മുന്നോട്ടുള്ള യാത്രകളിലെ ടിക്കറ്റ് ഇപ്പോൾ ജസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കറണ്ട് റിസർവേഷൻ എടുക്കാൻ വെച്ചിരിക്കുന്നു. ഇപ്പോൾ ജസ്റ്റ് കറണ്ട് റിസർവേഷനിൽ ബുക്ക് ചെയ്തു. ഈ ഒരു കണക്ക് വെച്ച് എനിക്ക് ആ ട്രെയിൻ പിടിക്കാൻ പറ്റണം. അപ്പോൾ ആ ഒരു കണക്കിനങ്ങ് ബുക്ക് ചെയ്തു. നമുക്ക് എന്താവും എന്നുള്ളത് ദൈവം തമ്പുരാനെ അറിയുള്ളൂ. നമുക്ക് ഇനി മുന്നിലെത്തുമ്പോൾ നമുക്കറിയാം. ആ
കാണുന്ന പാലം ആക്ച്വലി പുതിയതായിട്ട് വരുന്നൊരു സബർബൻ ലൈൻ്റെയാണ്. പൻവേൽ കർജത്ത് സബർബൻ റെയിൽവേ ലൈൻ്റെ പാലമാണത്. ഇതോ പാലം നമ്മുടെ ഈ ട്രാക്കിന് ഇവിടെ വെച്ച് ക്രോസ് ചെയ്ത് ഇങ്ങനെ അങ്ങ് പോകും. അത് പൻവേലിൽ നിന്ന് കർജത്തിലുള്ളൊരു ഡബിൾ ലൈൻ, പുതിയ ഡബിൾ ലൈനാണ്. സബർബൻ ട്രെയിനുകൾക്ക് വേണ്ടി മാത്രം. ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് പൻവേൽ കർജത്ത് ലൈന് സാധാരണ ട്രെയിനുകൾ, മെയിൽ എക്സ്പ്രസ് ട്രെയിനിന് ഗുഡ്സൊക്കെ ഉപയോഗിക്കുന്നതാണ്. അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഇവർ പുതിയ ലൈൻ പണിയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ പൻവേലിലോട്ട് കയറുകയാണ്. ഈ ലെഫ്റ്റിലുള്ള ലൈനാണ് കർജത്തിലോട്ട് പോകുന്ന ലൈന്. എക്സ്ട്രീം ലെഫ്റ്റല്ല, ആൾക്കാർ നടന്നു പോകുന്ന ലൈനില്ല ആ ലൈൻ. പൻവേൽ സ്റ്റേഷനോട് കയറുന്നു. വളരെ ടൈറ്റാണ് ഇനി അടുത്ത കണക്ഷൻ. അതായത് താനയിൽ എത്തി ഉടനെ ഒരു ലോക്കൽ ട്രെയിൻ പിടിച്ച് കല്യാണി പോയാൽ എനിക്ക് കിട്ടാം, അത്ര ഉള്ളൂ. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ബസ് തന്നെ തരണം. ആഹാ, പൻവേൽ യാർഡിന് കാലിയാണല്ലോ. കാളുന്തര നദി. അവിടെ ഒരു വാഗൺ അങ്ങനെ എച്ച് കിടപ്പുണ്ട്. 33401 ലുധിയാനയുടെ ഒരു കാർ കാരിയറാണ്. ഇപ്പോഴത്തെ ലല്ലഗുഡയുടെ 37397 ആണെന്ന് തോന്നുന്നു. 37307 നേത്രാവതി എക്സ്പ്രസ് ആണ്. ലോക്മാന്യ തിലക് ടെർമിനസ് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് ആണ് കിടക്കുന്നത്. സ്റ്റാർട്ടറായി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് നിർത്തിയെടുത്തു. കാര്യം ഇത് ബോംബെ ടെർമിനേറ്റിംഗ് വണ്ടിയാണ്. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യാനില്ല. സമയം 12:59. ഒരു അരമണിക്കൂറിന് താനെ പിടിക്കുന്നു വിശ്വസിക്കുന്നു.
ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് റിലീഫ് ട്രെയിനൊക്കെ ഉണ്ട്. പണ്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ. പണ്ട് പൻവേലൊരു കുഞ്ഞ് സ്റ്റേഷനായിരുന്നു. ഈ സൈഡിങ് ഞങ്ങൾ ബോംബെയിൽ നിന്ന് വിടുന്ന ഏകദേശം ആ ഒരു സമയത്തൊക്കെയാണ് ഈ സൈഡിങ് വന്നത് തന്നെ. ഇവിടെ പല സ്ഥലത്തും ട്രാക്ക് വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ എക്സ്ട്രീം റൈറ്റ് ഒരു ലൈൻ പുതിയതായിട്ട് ഇടുന്ന കാണാം. ആ ലൈൻ സത്യം പറഞ്ഞാൽ പൻവേലിൽ നിന്ന് കലമ്പുള്ളിയിലോട്ടൊരു ഡെഡിക്കേറ്റഡ് ഷണ്ടിങ് ലൈൻ ആയിരിക്കും അത്. ഒരു ഫ്രൈറ്റ് കടന്നേ ഉള്ളൂ, അപ്പം തന്നെ അടുത്ത ഫ്രൈറ്റ്. നമ്മൾ ജസ്റ്റ് കലമ്പുള്ളി സ്റ്റേഷനിലേക്ക് എത്തുന്നു. ഇത് കലമ്പുള്ളിയിലെ പുതിയ കോച്ചിങ് ഡിപ്പോൻ്റെ വർക്ക്ഷോപ്പാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കാര്യം വലിയൊരു യാർഡൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. വലിയ യാർഡ് ക്ലിയർ ചെയ്ത് നിറച്ച് ബലാസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. കാലങ്ങളുടെ പെൻഡിങ്ങുള്ളൊരു പ്രൊജക്റ്റാണിത്, ഈ പൻവേൽ സാറ്റലൈറ്റ് ടെർമിനൽസ് എന്ന് പറയുന്നത്. അപ്പോൾ പൻവേൽ സാറ്റലൈറ്റ് ടെർമിനൽസിൻ്റെ ഭാഗമായിട്ടാണ് കലമ്പുള്ളിയിൽ കോച്ചിങ് ഡിപ്പോ വരുന്നത്. കാര്യം പൻവേലിൽ സ്ഥല സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് അവർ ഇവിടെ കൊണ്ടുവന്ന് മെയിൻ്റനൻസിന് സൗകര്യം ഒരുക്കുക എന്നുള്ളതൊക്കെ കൺസെപ്റ്റ്. ഇവിടെ ഈ കോച്ച് IOH ഷെഡിൻ്റെ ആണെന്ന് തോന്നുന്നത്. IOH ഷെഡിനുള്ള IOH വർക്ക്ഷോപ്പിനുള്ള ഷെഡൊക്കെ പണിതും അതിനപ്പുറത്തായിട്ട് ബിൽഡിംഗ് പണിതിട്ടുണ്ട് വേറെ ഓഫീസുകൾക്കും സ്റ്റോഴ്സും എല്ലാം ആയിട്ട്. പക്ഷെ ഒന്നും കമ്മീഷൻ ചെയ്തിട്ടില്ല, എല്ലാം കാട് കയറി കിടക്കുകയാണ്. ഇതാണെന്ന് തോന്നുന്നു പ്രപ്പോസ്ഡ് SSC ഓഫീസ് കോച്ചിങ് ഡിപ്പോയുടെ. ഇവിടെ വലിയ യാർഡാണ്, ഒരുപാട് സ്റ്റേബിളിംഗ് ലൈനൊക്കെ വരും തോന്നുന്നു ഇവിടെ. ഈ കാണുന്ന പാലം വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോറിൻ്റെയാണ്. അതും വർക്ക് വളരെ സ്ലോ ആയിട്ട് ഇഴഞ്ഞഴിഞ്ഞ് നീങ്ങുകയാണ് ഇപ്പോൾ. ഇവിടെ കോച്ചിങ് ഡിപ്പോൻ്റെ വർക്ക് എന്തൊക്കെ നടക്കുന്നുണ്ട് തോന്നുന്നു. ഒരു JCBയും ഒക്കെ കിടപ്പുണ്ട് അവിടെ, കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, എന്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ. ഇതാണ് പിറ്റ് ലൈനാണ്. പിറ്റ് ലൈൻസൊക്കെ പണിത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. 5 പിറ്റ് ലൈനാണ്.
ചെറിയ കളിയൊന്നുമല്ല. 5 പിറ്റ് ലൈനാണ്. സ്ട്രക്ചർ റെഡി ആയിട്ടുണ്ട്, ലൈനുകൾ ഇട്ടിട്ടില്ല. കലമ്പുളി ഒരു ട്വിൻ കാസിപ്പേട്ട് വാഗ് 7 ഹോൾഡ് കണ്ടെയ്നർ ബൈക്കായിരുന്നു അത്. ഇവിടെയും കുറച്ച് ഓഫീസുകളുണ്ട്. പിറ്റിൻ്റെ നീണ്ടു നിവർന്ന് നടക്കുന്നു. ഇവിടെ നിറച്ച ഓഫീസുകളും അതിൻ്റെ സെറ്റപ്പും എല്ലാം ഉണ്ട്. വലിയ പിറ്റിലാണ്, 5 എണ്ണം ഉണ്ട്. ഒരു മേജർ ഫെസിലിറ്റിയാണ് വരുന്നത് ഇവിടെ. പക്ഷേ വർക്ക് ഭയങ്കര സ്ലോ ആണ്. നമ്മൾ ജസ്റ്റ് ദാത്തിവലി എന്ന് പറയുന്ന സ്റ്റേഷനിൽ കൂടെ പാസ് ചെയ്യുകയാണ്. ഇവിടെ നിന്നാണ് ദിവയിലേക്കും അതുപോലെ കോപ്പർ വസായിലേക്കും കല്യാണിലേക്കുള്ള ട്രാക്കുകൾ തിരിയുന്നത്. നമ്മൾ ഈ തിരിയൽ നമ്മൾ ഇതിനു മുമ്പ് പിടിച്ചിട്ടില്ല. പിടിക്കണം കുറേ കാര്യം പറയാം. വെസ്റ്റേൺ റെയിൽവേയുടെ മെമോ ആണ്. വസായി റോഡ് പൻവേൽ മെമോ. ഈ റൈറ്റിലോട്ട് പോകുന്ന ട്രാക്കുകളാണ് ടുവേർഡ്സ് കല്യാൺ വസായി റോഡൊക്കെ പോകുന്നത്. നമ്മൾ ടുവേർഡ്സ് ദിവയിലെ ട്രാക്കിലോട്ട് കയറി കഴിഞ്ഞു. ഓ, ഇവിടെ നിന്ന് ഇങ്ങനൊരു കണക്ഷൻ ഉണ്ടോ? ഇല്ല, കണക്ഷനായിട്ടില്ല. ലോക്കോ പൈലറ്റ് ഓരോ പ്രാവശ്യം ബ്രേക്ക് ലിവറിലോട്ട് കൈ വയ്ക്കുമ്പോഴും എൻ്റെ നെഞ്ചത്ത് ആണ് വെയിറ്റ് വരുന്നത്. എൻ്റെ നെഞ്ചടിപ്പ് കൂടും. കാര്യം ഇപ്പം തന്നെ കൃത്യമാണ്. ഈ കാണുന്നതാണ് മെയിൻ ലൈൻസ്. ഇതാണ് മുംബൈ CSMT ടു കല്യാൺ പോകുന്ന മെയിൻ ലൈൻസ്. നമ്മൾ ദിവാ സ്റ്റേഷനിലേക്ക് കയറാണ്. ഇവിടെ വണ്ടി നിർത്തുകയാണെങ്കിൽ ഞാനിവിടെ ഇറങ്ങും കേട്ടോ. പ്ലാറ്റ്ഫോമിൽ നിർത്തുന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഇറങ്ങും. സിഗ്നൽ റെഡാണ്.
നമ്മളങ്ങനെ ജസ്റ്റ് മെയിൻ ലൈനിലോട്ട് ജോയിൻ ചെയ്യുന്നു. നേരെ പാർസിക് ടണൽ വഴി കയറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് താനെ എത്തും. അങ്ങനെയാണെങ്കിൽ അടുത്ത താനെ കാണും. എനിക്ക് എൻ്റെ കണക്ഷൻ കിട്ടും എന്നുള്ളതിൽ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലിപ്പോൾ. കണക്ഷൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ബസ്സിന് പോയിട്ട് വരും. അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകുന്നുള്ളത് ചിന്ത മനസ്സിലുണ്ടാവും. ഞാൻ ഷിർഡിയിലേക്കാണ് പോകുന്നത്. സായിബാബ ടെമ്പിൾ ഷിർഡിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടുന്ന് കല്യാണം ഒരു ട്രെയിൻ പിടിച്ച് മന്മാട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ്സിന് പോകാനുള്ള പ്ലാൻ ആയിരുന്നു. കല്യാണം ശരിക്കും ഞാൻ ബുക്ക് ചെയ്ത ട്രെയിനിന് പുറകെ വേറെ ട്രെയിനുകളുണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല. ഈ റൈറ്റിലോട്ട് പോകുന്നതാണ് സബർബൻ ലൈൻസ്. സ്ലോ ഫാസ്റ്റും 2 പകുതി തന്നെയാണ്. ടണലാണത്, ഡബിൾ ലൈൻ ടണലാണ്. പാർസിക് ടണലിൽ നിന്ന് പുറത്തിറങ്ങിയാണ് നമ്മൾ താനയിലേക്ക് വേഗം പെട്ടെന്ന് കയറും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ക്ലോസിങ്ങും ഇവിടുന്ന് തന്നെ പറഞ്ഞു തീർക്കാമെന്ന് വിചാരിക്കുകയാണ്. കാരണം നമുക്കിനി സമയം കിട്ടില്ല. അപ്പോൾ താനെ സ്റ്റേഷനോട്ട് കയറുന്നതോടുകൂടി ഈ വീഡിയോ അവസാനിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ലോങ് ഒന്നും വരുന്നില്ല. എന്നാലും നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്, കമൻറ്റ്സ്, സജഷൻസൊക്കെ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം മെമ്പർഷിപ്പ് എടുക്കുക. അതുപോലെ സൂപ്പർ താങ്ക്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ദയവായി സൂപ്പർ താങ്ക്സ് ഉപയോഗിച്ച് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. സമയം 1:46 ഔട്ടറിൽ പിടിച്ചിട്ടു. ഓ നോ. കാക്കിനാട പോർട്ട് LTT എക്സ്പ്രസ്, സോറി LTT കാക്കിനാട പോർട്ട് എക്സ്പ്രസ് ആയിരുന്നു.
അടിപൊളി സാധനം വരുന്നുണ്ട്. ജൽഗാവിലേക്കുള്ള വന്ദേ ഭാരതാണ്. ജൽഗാം അല്ല, സോറി, ജാൽന. രാജിനിയുടെ 37689. പാറ്റ്ലിപുത്ര സൂപ്പർ ഫാസ്റ്റ്, പാറ്റ്ലിപുത്ര ലോക്മാന്യ തിലക് ടെർമിനസ്. നമ്മളൊഴികെ ബാക്കി എല്ലാവർക്കും വരാനും പോകുന്ന സിഗ്നലുണ്ട്, നമുക്ക് മാത്രമില്ല. കുറച്ചധികം നേരം പിടിച്ചിട്ട് ഇപ്പം നമുക്ക് സിഗ്നലായി തോന്നുന്നു. നമ്മളനങ്ങി. എനിക്കിനിപ്പോൾ കണക്ഷൻ ട്രെയിൻ കിട്ടുന്നില്ല, പ്രതീക്ഷയൊന്നുമില്ല. കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ബസ്സിനങ്ങ് പോവുള്ളൂ. പിന്നെ അടുത്ത വണ്ടിയെ നോക്കില്ല, അടുത്ത ട്രെയിൻ നോക്കില്ല, ഞാൻ ബസ്സിന് ഇറങ്ങി പോകും. അപ്പോൾ അങ്ങനെ ഥാനയിലേക്ക് കയറുകയായി. ആ ലോക്കൽ ട്രെയിൻ പിടിച്ചിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ കണക്ഷൻ ട്രെയിൻ കിട്ടുന്ന ഏതെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊരു സാധ്യതയില്ല. കാര്യം ആ ട്രെയിൻ ഇപ്പോൾ പുറത്തോട്ട് പോകും. നമ്മൾ കയറി നിൽക്കുമ്പോഴേക്കും അത് പോകും. നമ്മുടെ കണക്ഷൻ മിസ്സാവുന്ന ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാണ്. നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു അടിപൊളി പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബാബായ് പറയുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ 2:03 ആയിട്ടോ ഇവിടെ എത്തുമ്പോൾ. 2:03 നമ്മൾ ഥാനയിലേക്ക് എത്തിയിരിക്കുന്നത്. നല്ലോണം വൈകിച്ചു. നമുക്കിനി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.